കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ഈശ്വരൻ, എന്തൊക്കെയായി കുട്ടി ചെയ്തു വെച്ചിരിക്കുന്നത്? കുറ്റം അവളുടെ മാത്രമല്ല, കോളേജിൽ പഠിക്കാൻ വിടുമ്പോ അമ്മയും കൂടി ശ്രദ്ധിക്കണമായിരുന്നു. ഞാനെന്ത് ശ്രദ്ധക്കുറവ് കാട്ടി നടി? കോളേജിലും സ്കൂളിലും ഒക്കെ പഠിക്കാൻ പോകുന്ന കുട്ടികൾ എപ്പോ പോകുന്നു, എപ്പോ വരുന്നു? അവര് പറയുന്ന സ്പെഷ്യൽ ക്ലാസ് ഒക്കെ ഉള്ളതാണോ? ഇവരെല്ലാം ആരോടൊക്കെ കൂട്ടുകൂടുന്നു? സ്വഭാവത്തിൽ ഇതുപോലെ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഇതൊക്കെ നോക്കേണ്ടത് അമ്മമാര് തന്നെയാ. എടി, പറ്റുന്ന പോലെയൊക്കെ ഞാൻ നോക്കിയിട്ടുണ്ട്. അവള് പറയുന്ന പല കള്ളങ്ങളും കണ്ണടച്ച് വിശ്വസിച്ചു എന്നുള്ള നേരാ. അത് അവളോടുള്ള സ്നേഹം കൊണ്ടാ. ശാരദയെ മക്കളെ ചതിക്കില്ല എന്നുള്ള പൊട്ട വിശ്വാസം. പല ദിവസങ്ങളിൽ അവള് വൈകി വന്നിട്ടുണ്ട്. ചോദിക്കുമ്പോ കൂട്ടുകാരിക്ക് ആക്സിഡന്റ് പറ്റി, ബ്ലഡ് കൊടുക്കാനെന്നോ കൂട്ടിരിക്കാനെന്നോ പോയി എന്നൊക്കെ പറയാ. ഇവിടെ കൊണ്ടുവന്ന് ഇറക്കി വിടുന്നത് കൂട്ടുകാരനാണത്രേ, അതും ബൈക്കില്. അതിനു പകരം അപരിചിതമായ സ്ഥലത്ത് ഒറ്റയ്ക്ക് നിന്ന് ബസ് കയറി പോരണോന്ന് ചോദിക്കുമ്പോ ഞാൻ എന്ത് മറുപടിയാ പറയാ? എന്നാലും രാജീവ് സാർ കൃത്യമായിട്ട് അതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവള് കബഡി കോച്ചിങ്ങിന് പോകുന്നില്ല എന്നുള്ള വിവരമൊക്കെ ഇവിടെ അറിയിച്ചു. കൂടെ കൂടെ ഓരോ കാര്യത്തിനാണെന്നും പറഞ്ഞ് അവള് പണം ചോദിക്കും. അതൊക്കെ ചോദിക്കാൻ ചെന്നപ്പോ അവള് ചാടിക്കടിക്കാൻ വന്നു. കോളേജിലെ വിവരങ്ങളൊക്കെ രാജീവ് സാർ ഇവിടെ അറിയിക്കുന്നെന്ന് മനസ്സിലായപ്പോ സാറിനെ പറ്റി വേണ്ടാത്തതൊക്കെ പറഞ്ഞോള് മോശമായിട്ട്. അവളോട് എന്തോ അമ്മ വിഷ്ണുട്ടാ, അമ്മ അങ്ങനെയൊക്കെ പറയും. മയക്കുമരുന്നിന് അടിമയായവരെ സംബന്ധിച്ച് ജീവിതത്തിൽ ഒരൊറ്റ ലക്ഷ്യം ഉണ്ടാവുള്ളൂ, എങ്ങനെയെങ്കിലും മയക്കുമരുന്ന് സംഘടിപ്പിക്കുക. അതിനെതിരെ നിൽക്കുന്നവരെ നേർവഴിക്ക് നടത്താൻ ശ്രമിക്കുന്നവർക്കെതിരെ കള്ളക്കഥകൾ ഉണ്ടാക്കുക. താനൊരു ഡ്രഗ് അഡിക്റ്റ് ആണെന്ന് മറ്റുള്ളവരെ അറിയാതിരിക്കാൻ എന്തൊക്കെ കള്ളങ്ങൾ പറയാമോ ചെയ്യാമോ അതെല്ലാം ചെയ്യും. താൻ വെറുതെ ശാരദാമ്മയെ കുറ്റം പറയണ്ട. ഇനിയിപ്പോ എങ്ങനെയൊക്കെ ശ്രമിച്ചാലും ഇതൊന്നും അത്ര എളുപ്പത്തിൽ തിരിച്ചറിയാൻ പറ്റിയെന്ന് വരില്ല. അല്ല, ശ്യാമ എവിടെയാ? പെട്ടെന്നുള്ള ദേഷ്യത്തില് ഇവള് ശ്യാമയെ കുറെ തല്ലി. വേണ്ടിയിരുന്നില്ലടോ. പിന്നെ ഇവള് വിളിച്ചിട്ട് ഒരു ഡോക്ടർ വന്ന് പരിശോധിച്ചു. അപ്പൊ മയക്കത്തിലായിരുന്നു. ഇപ്പൊ ചിലപ്പോ ഉണർന്നിട്ടുണ്ടാവും. ഞാനൊന്ന് നോക്കിയിട്ട് വരാം. ഈശ്വരൻ, ശ്യാമ, ശ്യാമ, ഞാനാ. പേടിക്കണ്ട മോളെ, പേടിക്കണ്ട. ഒരു ചോദ്യം ചെയ്യലൊന്നും വന്നല്ല ഞാൻ. മയക്കുമരുന്ന് നിനക്ക് ആര് തന്നു, നിന്നെ ഇതിൽ കൊണ്ടുപോയി ആര് പെടുത്തി, ഇതൊന്നും ഞങ്ങളുടെ പ്രശ്നങ്ങളല്ല.
മറിച്ച് നീ ഇതിൽ പെട്ടുപോയി എന്നുള്ള സങ്കടം മാത്രമേ ഉള്ളൂ. മോളെ, ശാലിനി ചേച്ചി നിന്നെ തല്ലിയത് എന്തിനാന്ന് പറയാൻ നിനക്ക്? നിന്നോടുള്ള സ്നേഹം കൊണ്ടാ മോളെ. നീ ഏത് വഴിയെങ്കിലും പോയിക്കോട്ടെ എന്ന് വിചാരിക്കുകയാണെങ്കിൽ അതിന്റെ ആവശ്യമുണ്ടോ? പിന്നെ രാജീവ് സാറിനെതിരെ നീ എന്തൊക്കെയോ കുറ്റാരോപണങ്ങൾ ഉന്നയിച്ചു എന്ന് ഞാൻ കേട്ടു മോളെ. പക്ഷെ ഞങ്ങളുടെ ഒന്നും മനസ്സിൽ നീ അത്ര വളർന്നിട്ടില്ല. അല്പം കുസൃതിയും കുറുമ്പൊക്കെ ഉള്ളൊരു കുഞ്ഞാനെത്തി. കോളേജിലൊക്കെ പോകുമ്പോൾ പല വിധത്തിലുള്ള പ്രലോഭനങ്ങൾ ഉണ്ടായേക്കാം. ഞാൻ വലിയ ആളായെന്നൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് ഈ സിഗരറ്റ് വലിച്ചും മദ്യവെച്ചും ഒക്കെ കാണിക്കുന്നവരുണ്ട്. അതപ്പോ ഒരു രസത്തിന് വേണ്ടിയിട്ടൊക്കെ തുടങ്ങും. പിന്നെ ഭൂരിഭാഗവും അതിൽ നിന്നൊന്നും മോചിതരാവാറില്ല. ജീവിതം പിന്നെ ലഹരിയുടെ വലയ്ക്കുള്ളിലായിപ്പോ. അതിനേക്കാളൊക്കെ അപകടകാരിയാ ഈ മയക്കുമരുന്നൊക്കെ പറയുന്നേ. ഉപയോഗിച്ച് ശീലായ പിന്നെ അതില്ലാതെ ജീവിതം അസാധ്യമായി പോവും. നിങ്ങൾ ചെറിയ പെൺകുട്ടികൾക്ക് മയക്കുമരുന്ന് തന്ന അവര് വശത്താക്കുന്ന എന്തിനാന്ന് മോളെ ആലോചിച്ചിട്ടുണ്ടോ? ആദ്യം പണമൊന്നും വാങ്ങാതെയാവും മയക്കുമരുന്ന് തരിക. നമ്മൾ അതിന് അടിമയായി എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞ പണം ആവശ്യപ്പെട്ടു തുടങ്ങും. നല്ല വിലയുള്ള മയക്കുമരുന്ന് വാങ്ങാൻ പണം തികയാതെ വരുമ്പോ ആദ്യം ഫ്രീ ആയിട്ട് തന്നവരുണ്ടല്ലോ, അവര് പിടിമുറുക്കി തുടങ്ങും. എന്നിട്ടോ ആ പണത്തിന് വേണ്ടി അച്ഛന്റെയോ അമ്മയുടെയോ ആരുടെ വേണമെങ്കിലും തല തല്ലി പൊളിക്കാനോ കവർച്ച നടത്താനോ തയ്യാറാവും കുട്ടികള്. മോളെ, അങ്ങനത്തെ ഒരുപാട് കേസുകൾ ഓരോ ദിവസം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ നാട്ടില്. പിന്നെ പണമില്ലാതെ മയക്കുമരുന്നിന് വേണ്ടി കെഞ്ചുന്നത് പെൺകുട്ടികളാണെങ്കിൽ പിന്നെ അവരുടെ ഡിമാൻഡ് വേറെയാവും. പിന്നെ അവർ വിളിക്കുന്നിടത്തൊക്കെ ചെല്ലേണ്ടി വരും. ലഹരിയുടെ കെട്ടിറങ്ങി കഴിയുമ്പോഴേ സംഭവിച്ചെന്താന്ന് മനസ്സിലാവും. മോളെ, അതിലൊരു തവണ പെട്ടുപോയാൽ പിന്നെ മോചനമില്ല. പിന്നെ പല വിധത്തിലുള്ള ബ്ലാക്ക് മെയിലിംഗ് ആവും. അന്തസ്സുള്ളൊരു പെണ്ണിന് ആത്മഹത്യ ഇല്ലാതെ മറ്റൊരു അഭയമില്ല. മോളെ, നിന്നെ പെടുത്തിയൊരുക്കും മയക്കുമരുന്ന് എന്ന് വശീകരിച്ചൊരുക്കും ഒന്നും സംഭവിക്കില്ല. അവരടുത്ത ഇരയെ തേടിപ്പോവും. മോളെ, നിന്നെങ്ങനെ നശിക്കാൻ വിട്ടുകൊടുക്കാൻ കഴിയാത്തോണ്ട മോളെ ഞങ്ങള്. എപ്പോഴും നിനക്ക് നിന്ന് രക്ഷപ്പെടാം. പൂർണ്ണമായി നീ ഇതിൽ പെട്ടുപോയിട്ടില്ല. പക്ഷേ ഒരു ബ്ലേഡ് മുന പോലെ അപകടത്തിന്റെ വക്കിലൂടെയാണ് നിന്റെ സഞ്ചാരം. മോളെ, ഇന്നത്തെ ആ വെട്ട് രാജീവ് സാറിന്റെ കാലിലല്ല കഴുത്തിലാണ് അവർ വെട്ടിയിരുന്നെങ്കിൽ നിന്റെ വെള്ളിയച്ചയുടെ താലിയറ്റു പോവും. മനസ്സിലാവുണ്ടോ? നീ പിടിച്ചു തള്ളിയപ്പോ ശാരദാമ്മയുടെ തല നന്നായിട്ടൊന്ന് ഇടിച്ചിരുന്നെങ്കിലോ? ഒന്ന് ആലോചിച്ച് നോക്ക് മോളെ, നിനക്ക് അമ്മയില്ല. 18 വർഷം തീയൂതിയതിന്റെ പുകയൂതിയതിന്റെയും നാട്ടുകാരുടെ എച്ചിലേരി എടുത്തതിന്റെ ഒക്കെ കഥ നിങ്ങൾ കേട്ടുപടുത്തിട്ടുണ്ടാവും. പക്ഷേ പറക്കമുറ്റാത്ത 3 മക്കളെയും കൊണ്ട് ഒരു സ്ത്രീ ഒറ്റയ്ക്കൊരു കടൽ നീതിന്റെ കഥയാണോ അത്? ഒറ്റയ്ക്കാവുന്ന സ്ത്രീകളുടെ ജീവിതം വലിയ ബുദ്ധിമുട്ട് തന്നെയാ. അതിപ്പോ അന്നായാലും. മോളെ, ഇന്നത്തെ നിന്റെ പ്രായം ഉണ്ടാവും അന്ന് ശാരദാമ്മയ്ക്ക്. പക്ഷെ അന്നത്തെ ശാരദാമ്മ എവിടെ? ഇന്നത്തെ നീ എവിടെ? അന്നത്തെ ശാരദാമ്മയുടെ മുന്നിലും ഉണ്ടായിട്ടുണ്ടാവും ഒരുപാട് പ്രലോഭനങ്ങൾ. അതിപ്പോ ഒരു രൂപത്തിൽ അല്ലെങ്കിൽ മറ്റൊരു രൂപത്തില്.
അന്ന് അവർ അതിന്റെ പിന്നാലെയൊക്കെ പോയിരുന്നെങ്കിലേ ഇന്ന് നിങ്ങൾ ആരുമില്ല. മനസ്സിലാകുന്നുണ്ടാ? നശിച്ച് മണ്ണടിഞ്ഞു പോയ ഈ കുടുംബം. എല്ലാവിധ പ്രലോഭനങ്ങളെ അവഗണിച്ച് നിങ്ങൾ 3 പേരെയും നിറച്ചൂട്ടിയിട്ടേ പാതി നിറഞ്ഞ വയറിലും മുണ്ടും മുറുക്കിയെടുത്ത് കിടന്ന ശാരദാമ്മ കണ്ടൊരു സ്വപ്നമുണ്ട്. അതെന്താണെന്നറിയോ? നിങ്ങൾ 3 പേർക്കും നല്ലൊരു ജീവിതം. അന്ന് അവരുടെ ജീവിതത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. മോളെ, മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുമ്പോഴേ ജീവിതത്തിന് അർത്ഥം ഉണ്ടാവുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? ഇനി ഇതേ വഴി തന്നെ പിന്തുടരാനാണ് നിന്റെ ഭാവമെങ്കില് മറ്റാരും അറിയാതെ ആ സ്ത്രീക്ക് അല്പം വിഷം വാങ്ങി കൊടുത്തേക്കണം. തന്റെ സ്വപ്നം പൊട്ടി തകർന്നു പോയെന്നും ഇത്ര നാള് ജീവിച്ചത് പാഴായെന്നും ആ സാധു സ്ത്രീ അറിയണ്ട. മോനെ, അവള് ഞാൻ വിഷ്ണുട്ടാ, ഏട്ടാ, എന്താ ഏട്ടാ? എന്തെങ്കിലും ഒന്ന് പറയേട്ടാ. അമ്മ എവിടെ? ഏട്ടനോടാ ചോദിച്ചത്. അമ്മ എവിടെയെന്ന്? അമ്മയ്ക്ക് ജാമ്യം കിട്ടിയില്ല. ജാമ്യം കിട്ടിയില്ലെന്നോ? ഇല്ല ചിത്ര, അമ്മയെ അറസ്റ്റ് ചെയ്തവര് കോടതിയിൽ ഹാജരാക്കി. ജാമ്യത്തിന് വേണ്ടി ഞാൻ ശ്രമിച്ചെങ്കിലും കിട്ടിയില്ല. ഒരാഴ്ചത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ റിമാൻഡ്. സുസ്മിതയെ അവർ കേസിൽ മാപ്പ് സാക്ഷിയാക്കി വിട്ടയച്ചു. പോലീസ് കസ്റ്റഡിയിൽ റിമാൻഡ് എന്ന് വെച്ചാ ഒരാഴ്ച സബ് ജയിലിൽ. ജയിലിലോ? അതെ ചിത്ര, പോലീസിന് കൂടുതൽ തെളിവുകളൊന്നും ഹാജരാക്കാൻ സാധിച്ചില്ലെങ്കിൽ ഒരാഴ്ചയ്ക്ക് ശേഷം കോടതി ജാമ്യം അനുവദിക്കും. അതുവരെ അമ്മ ജയിലിലല്ലേ? അതെ,
നിയമം അങ്ങനെയാണ് ചിത്ര. ഏട്ടനിപ്പോ തൃപ്തിയായില്ലേ? തൃപ്തിയായില്ല. പലവട്ടം ഞാൻ പറഞ്ഞത് പ്രീതിയെ വിശ്വസിക്കല്ലേ എന്ന്. ഒടുവിൽ നമ്മുടെ അമ്മ ജയിലില്. നമ്മുടെ അമ്മ ഒരു പാവ. സത്യഭാമയെ കുറ്റം പറഞ്ഞ് അവൾ കയറി വന്നപ്പോ അവളെ കണ്ണടച്ച് വിശ്വസിച്ചു. സംശയം പറഞ്ഞ എന്നെ താക്കീത് ചെയ്തു. എല്ലാം ഒരു ചതിയായിരുന്നു ഏട്ടാ. സത്യഭാമയ്ക്ക് അമ്മയോടുള്ള പക, അത് തീർക്കാനുള്ള ഒരു ആയുധമായിരുന്നു പ്രീതി. എല്ലാവരുടെയും കണ്ണു മൂടി അവൾ അത് സാധിച്ചെടുക്കുകയും ചെയ്തു. എന്നെല്ലാം ഏട്ടാ അവള് ചെയ്തത്. സത്യഭാമ അവളുടെ അമ്മയല്ലെന്ന് പറഞ്ഞു. ഇനി ഒരിക്കലും ആ വീടിന് പടി ചവിട്ടില്ലെന്ന് പറഞ്ഞു. ഒടുവിൽ അവിടേക്ക് തന്നെ മടങ്ങിയില്ല അവള്. ഒരു മടിയും കൂടാതെ സത്യഭാമ അവളെ സ്വീകരിക്കുകയും ചെയ്തു. എല്ലാം മുൻകൂട്ടി ആസൂത്രണം ചെയ്തതായിരുന്നു ഏട്ടാ. സത്യഭാമയും പ്രീതിയും ശാലിനിയും സുസ്മിതയും എല്ലാവരും ചേർന്നുള്ള ഒരു കളി. പ്രീതിയുടെ കുഞ്ഞിനെ നശിപ്പിച്ച കേസില് സത്യഭാമയ്ക്കെതിരെ പരാതി കൊടുക്കാൻ അമ്മയെ വിളിച്ചു പറഞ്ഞത് ആരാന്നറിയോ ഏട്ടന്? സുസ്മിത. സുസ്മിതയോ? അതെ, സുസ്മിത തന്നെ. സത്യഭാമയെ കൈവിലം കണിയിച്ച് സ്റ്റേഷനിൽ കൊണ്ടുവന്നപ്പോ സത്യഭാമയും സുസ്മിതയെല്ലാം ഉള്ളിൽ ചിരിക്കുകയായിരുന്നു. കുറച്ചു നേരത്തേക്ക് കയ്യിൽ വിലങ്ങിട്ട് നിന്നതല്ലേ ഉള്ളൂ സത്യഭാമ. ഈ കളിയുടെ അവസാനം അമ്മയും ജയിലിലെത്തിക്കാന്ന് അവരപ്പോഴേ കണക്ക് കൂട്ടിയിട്ടുണ്ട്. ശാലിനിയുടെ അമ്മ ശാരദാമ്മയ്ക്ക് സ്വന്തം മകളെ പോലെ അസിസ്റ്റന്റ് കമ്മീഷണർ ശ്രീരഞ്ജിനി. അവര് സ്റ്റേഷനിലേക്ക് വന്നതും വിഷ്ണുവിനെയും സത്യഭാമയും മോചിപ്പിച്ചതും യാദൃച്ഛികമാണെന്ന് ഏട്ടന് തോന്നുന്നുണ്ടോ? മുൻകൂട്ടി തയ്യാറാക്കി തിരക്കഥയായിരുന്നു അവരുടെ വിചാരണ. നീതി നടപ്പാക്കുന്നു കരുതി അത് കണ്ടു നിന്ന് നമ്മൾ വിഡ്ഢികളായി. ആ കമ്മീഷണർ അമ്മയെ ഇത്രയും അവിടെ വെച്ച് ആക്ഷേപിച്ചത്. എതിർപക്ഷത്തായിരുന്ന ഏട്ടൻ അതെല്ലാം കണ്ട് രസിച്ചു നിന്നു. സത്യഭാമയെ രക്ഷിക്കാൻ ഫോറൻസിക് തെളിവ് നൽകാന്ന് ശാലിനി പറഞ്ഞപ്പോഴേ സംശയിക്കേണ്ടതായിരുന്നു. പായസത്തിൽ വിഷമുണ്ടായിരുന്ന കാര്യം ശാലിനിക്ക് നേരത്തെ തന്നെ അറിയില്ലായിരുന്നെങ്കിൽ അവൾ എങ്ങനെയേട്ടാ സ്റ്റേഷനിൽ വെച്ച് ആ തെളിവിന്റെ കാര്യത്തിൽ ഉറപ്പ് നൽകിയത്? ശാലിനിക്ക് എല്ലാം അറിയായിരുന്നു ഏട്ടാ. അമ്മ കൊടുത്ത പ്രോട്ടീൻ പൗഡറിനൊപ്പം വിഷം ചേർത്ത് നടക്കാം. അമ്മയെ കൊല്ലാൻ ശ്രമിച്ചെന്ന് പറഞ്ഞ് അവളുടെ ഭർത്താവിനെ അറസ്റ്റ് ചെയ്ത് ഒരു രാത്രി ലോക്കപ്പിൽ ഇട്ടില്ലേ? അതിന്റെ പക ശാലിനി ഭയങ്കര നിഷ്കളങ്കയാണെന്ന് ധരിച്ചു വെച്ചിരിക്കുകയാണോ ഇപ്പോഴും ഏട്ടൻ? നിങ്ങൾക്കൊരു കുഞ്ഞു പിറക്കുന്നത് സത്യഭാമയ്ക്ക് ഇഷ്ടമല്ല. ആ കുഞ്ഞിനെ നശിപ്പിക്കാൻ വേണ്ടി സത്യഭാമ പായസത്തിൽ വിഷം കലർത്തിയ കാര്യം ഒരുപക്ഷെ ശാലിനി അറിയാണില്ല. പക്ഷേ ആ വീട്ടിൽ പലർക്കും അത് അറിയായിരുന്നു. അല്ലെങ്കിൽ മറ്റാരും ആ പായസം കഴിക്കാതിരുന്ന എന്താ? അമ്മേ, പായസം റെഡിയോ മോളെ, ഇപ്പൊ കൊണ്ടുവരാം. പിന്നെ എനിക്ക് ഭക്ഷണം കഴിഞ്ഞിട്ട് മതി, ഇവിടെ പോലല്ല. അതെ, അതാ നല്ലത്. എനിക്കും അങ്ങനെ തന്നെ മതി. തനിക്കൊരു കയ്യബദ്ധം പറ്റിയെന്ന് പറഞ്ഞ സത്യഭാമയോട് ക്ഷമിക്കാൻ ശാലിനി തയ്യാറായി. സ്വന്തം കുഞ്ഞിനെ നഷ്ടപ്പെട്ട പ്രീതി പോലും അവളോട് ക്ഷമിച്ചു. ഒപ്പം നമ്മുടെ അമ്മയെ ജയിലിലാക്കാൻ കെണിയൊരുക്കി. പ്രീതിക്ക് അവളുടെ അമ്മയും ഏട്ടനും, ശാലിനിക്ക് അവളുടെ ഭർത്താവും അയാളുടെ അമ്മയും, സത്യഭാമയ്ക്ക് അവരുടെ മകൻ, വിഷ്ണുവിന് അവന്റെ അമ്മ. ബന്ധങ്ങൾ എല്ലാവർക്കും പ്രധാനമായിട്ട് ഓട വെള്ളത്തെക്കാൾ കട്ടിയുള്ളതാ രക്തബന്ധം. ഏട്ടനൊഴികെ എല്ലാവർക്കും.